കൊച്ചി കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലറെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. 11ാം ഡിവിഷൻ മെമ്പർ ഷീബയാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് കാട്ടി പുറത്താക്കിയത്. അതേസമയം നടപടിയിൽ ഗൂഢാലോചന ഉണ്ടായെന്നും വിഭാഗീയതയുടെ ഇരയാണ് താനെന്നും ഷീബ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പാർട്ടി നടപടി നേരിട്ട കൗൺസിലർ ഷീബ ഡുറോം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടക്കാനുള്ളൊരു കാരണം? ഇങ്ങനൊരു നടപടി വന്നു എന്ന് തന്നെ അറിയുന്നത് ഇന്നലെ വൈകിട്ട് പത്രത്തിൽ നിന്ന് വിളിച്ചപ്പോഴാണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്താണ് എന്നെ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കിയെന്നവരിങ്ങനെ പറഞ്ഞു, ഞാൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 ആഴ്ച മുമ്പാണ് മെട്രോപൊളിറ്റൻ ആസൂത്രണ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കാണ് ഞാൻ വോട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം ഇവർ വിശദീകരിക്കണം. എന്തായാലും DCCയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നമ്മൾ പോലും മനസ്സാവാച അറിയാത്തൊരു കാര്യത്തിൽ അത്തരത്തിൽ പറയുമ്പോൾ ആ DCC തന്നെ വിശദീകരിക്കണം ഞാൻ എന്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയതെന്ന് വിശദീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയിപ്പ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, പത്രത്തിൽ നിന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ ഇത്തരത്തിൽ ഇങ്ങനൊരു നടപടി എനിക്കെതിരെ വന്നു എന്നറിയുന്നത്. ഞാൻ ഇതിന് തൊട്ടു മുമ്പ് കഴിഞ്ഞതിൻ്റെ ഒരു ജൂണിൽ ഇവിടെ ഒരു ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒന്ന് കിട്ടിയില്ല. കാരണം സാധാരണ കോർപ്പറേഷൻ്റെ MLA ലൈറ്റ് ഇട്ടാലും MP ലൈറ്റ് ഇട്ടാലും നമുക്ക് കൗൺസിലറെ അറിയിക്കണമെന്നൊരു നടപടിയുണ്ട്. കാരണം ഇതിൻ്റെ റിപ്പയറിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത് കോർപ്പറേഷനാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ ലൈറ്റ് ശരിയാക്കാൻ കൊണ്ടുവന്നത് പുറത്തുനിന്ന് 2 പേര് വന്നിട്ട് അവിടെ കുഴിപ്പിച്ചപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് റോഡ് കുഴിക്കുന്നത് എന്താണെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് എന്നെ അസഭ്യം പറയുകയും വളരെ മോശമായിട്ട് ഒരു സ്ത്രീ എന്ന പരിഗണന നൽകാത്ത രീതിയിൽ വളരെ മോശമായിട്ട് എനിക്ക് കരാറുകാരൻ കൈക്കൂലി തരാത്തത് കൊണ്ട് ഞാനത് ചെയ്യിക്കാതെ എന്നൊക്കെ പറഞ്ഞു. IA ജോൺസൺ എന്ന് പറഞ്ഞ വ്യക്തിയും സുമിത്ത് എന്ന് പറഞ്ഞ വ്യക്തി, അങ്ങനെ പേരെടുത്ത് ഞാൻ പറയുന്നത് അത്തരത്തിൽ അവിടെ ഓട്ടോക്കാർ എല്ലാവരും സാക്ഷികളാണ്. പക്ഷെ ഞാൻ അവിടെ അത് പ്രതികരിക്കാഞ്ഞത് അവിടെ നിന്ന് ആളുകൾ ഇത് പറയുന്നത് കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലുപിടിക്കുമെന്ന് പറഞ്ഞു.